ഏകദേശം 1700 വർഷങ്ങളുടെ കാലയാത്ര പിന്നിട്ട് നിലകൊള്ളുന്ന നീലമ്പേരൂർ പള്ളി ഭഗവതി ക്ഷേത്രം കേരളത്തിൻ്റെ പുരാതന ബൗദ്ധ പാരമ്പര്യത്തിൻ്റെ മൃദുല നിദാനങ്ങൾ ഇന്നും വഹിച്ചു നിൽക്കുന്ന ദേവാലയമാണ്. പഞ്ചലോഹത്തിൽ നിർമ്മിച്ച ദേവിയുടെ വിഗ്രഹം അതിൻ്റെ ദൈവിക തിളക്കത്താൽ കാലത്തിൻ്റെ ചായലുകൾ പോലും മറികടക്കുന്നു. കമുകിൽ ചാരി നിൽക്കുന്ന വനദുർഗയുടെ രൂപത്തിലാണ് ഭഗവതിയെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വർഷം തോറും മലയാള മാസമായ ചിങ്ങത്തിൽ ഇവിടെ നടക്കുന്ന നീലമ്പേരൂർ പടയണി ഭക്തിയുടെയും കലാസൗന്ദര്യത്തിൻ്റെയും ഉത്സവമായി കേരളത്തിൻ്റെ ആത്മാവിനെ പ്രതിഫലിപ്പിക്കുന്നു. നീലമ്പേരൂർ പള്ളി ഭഗവതി ക്ഷേത്രം വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ്. നീലമ്പേരൂർ എന്ന് പറയുന്ന ഗ്രാമം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി നടക്കുന്ന ഒരു സ്ഥലമാണ്. 10,000 ഏക്കറോളം സ്ഥലത്ത് 4,000 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി നടക്കുന്ന ഒരു പഞ്ചായത്താണ് നീലമ്പേരൂർ. അതുകൊണ്ട് തന്നെ വളരെ സുന്ദരമായ നിലങ്ങളും അതോടൊപ്പം ചെങ്കൽ കുന്നും കൂടെ ചേർന്ന ഒരു പ്രദേശമാണ് നീലമ്പേരൂർ പള്ളി ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം എന്ന് പറയുന്നത്. നീലമ്പേരൂർ പള്ളി ഭഗവതി ക്ഷേത്രത്തിൻ്റെ ചരിത്രം കേരളത്തിൻ്റെ ചരിത്രത്തോടൊപ്പം പലയിടത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വിവിധ വിശ്വാസങ്ങളെ സ്വീകരിച്ച, ഇന്ത്യയിൽ രൂപപ്പെട്ട പല തരത്തിലുള്ള വിശ്വാസങ്ങളെയും ചിന്താരീതികളെയും ഒക്കെ സ്വീകരിച്ച ഒരു ക്ഷേത്ര സങ്കല്പമാണ്. നമ്മൾ ഈ ക്ഷേത്രത്തിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധ, ബൗദ്ധ, ജൈന പാരമ്പര്യങ്ങളുടെ അവശിഷ്ടങ്ങൾ കാണാൻ പറ്റും. ഈ ക്ഷേത്രത്തിൻ്റെ മുഖ്യ പ്രതിഷ്ഠ, പ്രധാന പ്രതിഷ്ഠ ഭഗവതിയാണ്. നീലമ്പേരൂർ അറിയപ്പെടുന്നത് പള്ളി ഭഗവതി എന്ന ഭക്തർക്കിടയിൽ അറിയപ്പെടുന്ന ഭഗവതി സങ്കല്പമാണ് നീലമ്പേരൂരുള്ളത്. ഈ പള്ളി ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിന് തൊട്ട് കിഴക്ക് വശത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ശിവക്ഷേത്രവുമുണ്ട്. ആദ്യകാലത്ത് ഇത് ഒരു ശിവക്ഷേത്രമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്തൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ബലിക്കൽ കാണാൻ പറ്റും. അതിന് ഒരു കൽവിളക്ക്, വളച്ചുവാതിൽ, കല്ലുകൊണ്ട് തന്നെ പണിത വളച്ചുവാതിൽ, അങ്ങനെ വളരെ പുരാതനമായ ഒരു ശിവക്ഷേത്രത്തിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി ഈ ക്ഷേത്രത്തിനകത്ത് ഒരു ശിവക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിലെ ഉപദേവതകളായി ഗണപതി, അയ്യപ്പൻ, അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. ഈ എല്ലാ ക്ഷേത്രങ്ങളും ഉപദേവ ക്ഷേത്രങ്ങളും വളരെ സൗന്ദര്യം നിറയുന്ന നമ്മുടെ പാരമ്പര്യ തച്ചുശാസ്ത്ര ഭംഗി നിലനിർത്തിക്കൊണ്ടാണ് പണിതിരിക്കുന്നത്. വിഷ്ണു ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ വിഷ്ണു ആയിട്ട് ഇവിടെ ആരാധിക്കുന്നത് വിഗ്രഹം ബുദ്ധൻ്റേതാണ് എന്ന് ചില ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ചിലർ അഭിപ്രായപ്പെടുന്നത് ജൈന തീർത്ഥങ്കരനായ അവലോകിതേശ്വരനാണെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ഏതായാലും ഇതെല്ലാം സൂചിപ്പിക്കുന്ന ഈ ക്ഷേത്രത്തിൽ വളരെ വളരെ പ്രസക്തമായി തന്നെ ബൗദ്ധ ജൈന പാരമ്പര്യങ്ങൾ നിലനിന്നിരുന്നു എന്ന സൂചനകളാണ് നൽകുന്നത്. ഈ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ദേവത എന്ന് പറയുന്നത് കമുകിൽ ചാരി നിന്ന് പൊട്ടുതൊടുന്ന, ഇടത് കൈയിൽ കണ്ണാടി പിടിച്ചുകൊണ്ട് വലത് കൈ കൊണ്ട് നെറ്റിയിൽ പൊട്ടുതൊടുന്ന ഒരു സുന്ദരമായ ദേവതാസങ്കല്പമാണ് ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ക്ഷേത്രം സംബന്ധിച്ചുള്ള അറിവുകൾ, ക്ഷേത്രത്തിനകത്ത് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിൽ തന്നെ സർപ്പപ്രതിഷ്ഠയുണ്ട്. ഈ സർപ്പപ്രതിഷ്ഠ ഇവിടെ പണ്ട് പഴയ കാലത്ത് ഒരു കാവ്, വളരെ പ്രമുഖമായൊരു സർപ്പക്കാവ് നിലനിന്നിരുന്നു എന്നതിൻ്റെ സൂചനയായിട്ടും പല ആളുകളും പറയാറുണ്ട്. ഈ സർപ്പത്തിൻ്റെ ഈ അമ്പലത്തിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകൾക്കും സർപ്പത്തിന് തുല്യ പ്രാധാന്യം, ഭഗവതിക്കുള്ള അതേ പ്രാധാന്യം സർപ്പത്തിനും നൽകിപ്പോരുന്നുണ്ട്. ഇവിടെ കൊടിയേറി ഉത്സവം നടക്കുമ്പോൾ ഉത്സവബലി തൂകുന്നതിനിടയിൽ തന്നെ 100 പാലും സർപ്പങ്ങൾക്ക് നടത്തുന്ന ഒരു അപൂർവമായ ഒരു ചടങ്ങും ഇവിടെ നിലനിൽക്കുന്നു.
ഈ ക്ഷേത്രത്തിലെ നമുക്ക് വന്ന് കയറുമ്പോൾ തന്നെ ചേരമാൻ പെരുമാളിൻ്റെ ഒരു സ്മാരകം നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്ഷേത്രത്തിൻ്റെ മതിലിനോട് ചേർന്ന് പടിഞ്ഞാറ് വശത്തായിട്ട്, പുറം മതിലിനോട് ചേർന്ന് പടിഞ്ഞാറ് വശത്തായിട്ട് ചേരമാൻ പെരുമാളിൻ്റെ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്, ഒരു സ്മാരകം സ്ഥിതി ചെയ്യുന്നുണ്ട്. കേരള ചരിത്രത്തിൽ പെരുമാക്കന്മാരുടെ ചരിത്രം ഒഴിച്ചു കൂട്ടാനാകാത്തതാണ്. കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാക്കന്മാരിൽ അവസാന ആളായിരുന്നു എന്ന് പറയപ്പെടുന്ന ചേരമാൻ പെരുമാൾ, അദ്ദേഹം അവിടെ ഒരു വാദപ്രതിവാദത്തിൽ തോൽക്കുകയും അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയും സ്ഥാനത്യാഗം ചെയ്ത്, കൊടുങ്ങല്ലൂരിൽ നിന്ന് സ്ഥാനത്യാഗം ചെയ്ത് കിളിരൂർ വഴി കിളിരൂരെത്തി, കിളിരൂർ കുന്നമ്പുറത്ത് താമസിച്ചു. അവിടുന്ന് അദ്ദേഹം വീണ്ടും യാത്ര തുടർന്ന് നീലമ്പേരിലെത്തുകയും നീലമ്പേരൂർ പള്ളിഭഗവതി ക്ഷേത്രം ആസ്ഥാനമാക്കി തൻ്റെ ശിഷ്ടകാല ജീവിതം നയിക്കുകയും ചെയ്തു എന്നാണ് പല ചരിത്ര പുസ്തകങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം നീലമ്പേരിലെത്തി അദ്ദേഹം ഈ പടയണിയെ പരിപോഷിപ്പിച്ച് അല്ലെങ്കിൽ അതിനെ സംരക്ഷിച്ചു വന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിനോട് എല്ലാ പടയണി ദിവസങ്ങളിലും, പടയണി 16 രാത്രികളാണ്, എല്ലാ രാത്രികളിലും നമ്മുടെ ക്ഷേത്രാധികാരി ചേരമാൻ പെരുമാളിൻ്റെ സന്നിധിയിലെത്തി അനുവാദം ചോദിക്കുക എന്നൊരു ചടങ്ങ് പടയണിക്കകത്തുണ്ട്. പിന്നെ ചേരമാൻ പെരുമാൾ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് ഓർമ്മകളിൽ സൂക്ഷിക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റേതെന്ന് പറയപ്പെടുന്ന ഒരു പഞ്ചലോഹ വിഗ്രഹവും ക്ഷേത്രത്തിൽ സൂക്ഷിക്കാറുണ്ട്. അതൊരു കാലത്ത് ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെ ക്ഷേത്രത്തിലെ പൂരം പടയണി നാളിൽ ചേരമാൻ പെരുമാൾ സ്മാരകത്തിലേക്ക് ആ വിഗ്രഹം എഴുന്നള്ളിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൻ്റെ വിലയും സുരക്ഷിതത്വവും ഒക്കെ ഓർത്ത് ഇന്നത് അങ്ങനെ പുറത്തേക്ക് എത്തിക്കാറില്ല. എങ്കിലും ക്ഷേത്രത്തിലത് ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. ചേരമാൻ പെരുമാളിൻ്റേതായെന്ന് പറയുന്ന ഒരു ബുദ്ധഭിക്ഷുവിൻ്റെ വിഗ്രഹം ഈ ക്ഷേത്രത്തിൽ സൂക്ഷിച്ച് പോരുന്നുണ്ട് എന്നതും ഒരു ചരിത്രമാണ്. ക്ഷേത്രങ്ങളിൽ